കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ കുറവെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മരുഭൂപ്രയാണത്തിലെ യാത്രകൾ അതികാഠിന്യമുള്ളതും ക്ലേശകരവുമായ ജീവിതപാതയാണ്. വഴികൾ തുറക്കും തോറും അത് ദുർഘടങ്ങളും പ്രതികൂലങ്ങളുമായി മാറുകയാണ്. അവിടെയൊക്കെയും പലപ്പോഴും നമ്മൾ നിരാശപ്പെടുന്നവരായി ദുഃഖങ്ങളും വേദനകളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എല്ലാ നൊമ്പരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കടന്നു പോകുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ മുൻപോട്ട് കടന്നു പോവുക. ഓരോ വിശ്വാസികളും ആത്മാവിൽ ബലമുള്ളവരും ആത്മചൈതന്യമുള്ളവരും ദൈവവചനത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദൈവവചന ശുശ്രൂഷ പരമ്പര തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുകയാണ്. ധാരാളം ആളുകളുടെ നല്ല അഭിപ്രായങ്ങൾ, നല്ല കമന്റുകൾ ഒക്കെ കേൾക്കുമ്പോൾ വളരെയധികമായ സന്തോഷം. അവരുടെ ജീവിതാനുഭവങ്ങളാണെന്ന് പറയും. അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന, നൊമ്പരങ്ങളുള്ള, വേദനകളെ അകറ്റുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ അവർക്കെല്ലാവർക്കും വളരെ ആശ്വാസകരമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസപാതയിൽ നമുക്കുണ്ടാകുന്ന ഇടർച്ചകളും പോരാട്ടങ്ങളെ കുറിച്ചാണ്. ഇന്നും കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായിട്ട് ആ ഭാഗം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതും ഈ വേദഭാഗം തന്നെയാണ്. ഏലിയാവെന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ പാറയുടെ ഗുഹയിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അടുത്ത് ചെന്ന് അപ്പവും വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചിട്ട് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, നീ എഴുന്നേൽക്കുക. ആ ദൈവത്തിന്റെ ദാസൻ ആ ഭക്ഷണം കഴിച്ചു, വീണ്ടും കിടന്നുറങ്ങി. 2-ാം പ്രാവശ്യവും ഭക്ഷണം കൊണ്ടു കൊടുത്തു, വീണ്ടും കിടന്നുറങ്ങി. 3-ാമത്തെ പ്രാവശ്യം ദൈവദാസനോട് പറഞ്ഞു, ഇനിയും നിനക്ക് കിടക്കാനുള്ള സമയമല്ല, ഉണരേണ്ട സമയമാണ്, എഴുന്നേൽക്കേണ്ട സമയമാണ്, നടക്കേണ്ട സമയമാണ്. കർത്താവിന്റെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനാണ് ഏലിയാവ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ച് അനേക ശുശ്രൂഷകൾ ശക്തമായി വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ദാസൻ മനസ്സ് ചഞ്ചലിക്കാതെയും കാലുകൾ ഇടറാതെയും ബാലിന്റെ 140 പ്രവാചകന്മാരെ കർമ്മേലിൽ തോൽപ്പിച്ചതായിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ വായിക്കുന്നത് ഇസബേലും ആഹാബ് രാജാവിന്റെയും വാക്കിന്റെ തീഷ്ണമായിരിക്കുന്ന മുനയ്ക്ക് മുൻപിൽ തളർന്നുപോയ, ഇടറിപ്പോയ, കരഞ്ഞുപോയ, മരണം കാക്ഷിച്ച ഒരു ദൈവപുരുഷനെയാണ്. കഴിവുണ്ടായിരിക്കാം, ശക്തി ഉണ്ടായിരിക്കാം, ബുദ്ധി ഉണ്ടായിരിക്കാം, ഓരോ വാക്കുകളുടെയും മുൻപിൽ പലപ്പോഴും ഇടറിപ്പോകുന്ന അവസ്ഥയാണ്. ഒരു വാക്ക് മതി ഒരാത്മഹത്യയിലേക്ക് നയിക്കാൻ, ഒരു നോട്ടം മതി കരഞ്ഞു പോകാൻ, ഒരു പ്രവൃത്തി മതി തളർത്തിക്കളയാൻ. ഈ ദൈവത്തിന്റെ ദാസൻ തൻ്റെതായിരിക്കുന്ന പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കടന്നു വന്നതായ ആഹാബിന്റെയും ഇസബേലിന്റെയും വാക്കിന്റെ മുമ്പിൽ കിടക്കുമ്പോൾ
ഈ ദൈവത്തിന്റെ ദാസനോട് ദൈവം പറയുന്നു, നീ ഇവിടെ കിടക്കേണ്ടവനല്ല, നീ ഇവിടെ കരയേണ്ടവനല്ല, നീ ഇവിടെ തളരേണ്ടവനല്ല, നീ ഇവിടെ ഭാരപ്പെടേണ്ടവനല്ല, നീ ഇവിടെ മരണം കാക്ഷിക്കേണ്ടവനല്ല. നിന്റെ വലിയൊരു ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ തളർത്തുന്ന ശക്തികൾ എഴുന്നേൽക്കും കേട്ടോ. നല്ല ശമ്പളം മേടിക്കുന്നവരെ തകർക്കും കേട്ടോ. നല്ല ആരോഗ്യമുള്ളവരെ തകർക്കും കേട്ടോ. നല്ല സൗന്ദര്യമുള്ളവരെ തകർക്കും കേട്ടോ. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നവരെ തകർത്ത് കളയും കേട്ടോ. സൂക്ഷിക്കുക, ഈ നാളുകളിൽ നമ്മെ തകർക്കുന്ന അനേക വികലമായ ശക്തികൾ നമുക്കെതിരെ പോരാടുമ്പോൾ, നമുക്കെതിരെ കടന്നു വരുമ്പോൾ, അതിന്റെ മധ്യേ തളർന്നു പോകാതെ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ ദൈവദാസൻ കരഞ്ഞു. ദൈവദാസനോട് പറഞ്ഞു, ഇവിടെ കിടക്കരുത്, നിനക്കൊരു വലിയ ശുശ്രൂഷയുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നിങ്ങളെ ഏൽപ്പിച്ചതായ കർത്തവ്യങ്ങൾ, അത് കൃത്യതയോടുകൂടെ ചെയ്തെടുക്കുവാൻ ദൈവം നിങ്ങളെ കൈകളിലെടുത്ത് ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, കർത്താവേ, എന്നെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ എന്നെ ശക്തനാക്കണമേ. പ്രാർത്ഥിക്കുക. പോരാട്ടങ്ങളുണ്ട്. നമ്മുടെ ഉയർച്ച, നമ്മുടെ വളർച്ചകൾ, നമ്മുടെ ശക്തി, നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ, ദൈവം നമ്മളെ ഉയർത്തുന്ന നന്മകൾ, ഇതൊക്കെ കാണുമ്പോൾ ശത്രു ശക്തമായി എഴുന്നേൽക്കും. അസൂയുള്ളവരുണ്ട്, അവരെഴുന്നേൽക്കും തകർത്ത് കളയാൻ. ഇവിടെ വായിക്കുന്നു, നീ എഴുന്നേറ്റ് യാത്ര ചെയ്യണം. 40 രാവും 40 പകലും കർമ്മേൽ വരെ നടന്നു പോയ ഒരു വ്യക്തി അവിടെ ചെന്ന്, യേഹൂവിന്റെ മകനായി നിസ്സിയെ നീ അഭിഷേകം ചെയ്യണം. ഒരു വലിയ ശുശ്രൂഷ നിന്നിൽ നിക്ഷിപ്തമായി ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ നാളുകളിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവികമായ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിൻ്റെ പവിത്രതയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ശുശ്രൂഷയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, ദൈവം നിങ്ങളെ കനിവോടുകൊണ്ട് ദൈവം നടത്തും. സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം അതിശക്തമായി നിങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, കമ്പനിയിലായിരിക്കാം, കൃഷി ചെയ്യുന്നവരായിരിക്കാം, വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം. ഈ മേഖലകളിലൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തളർത്തിക്കളയുന്ന അനേക ശബ്ദങ്ങൾ കേൾക്കും. തളർന്നു പോകാതെ നിൽക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആ പദവിടത്തിലേക്കൊന്ന് അടുത്ത് വരാം. തളരാത്ത വിശ്വാസത്തിന്റെ പാതയിൽ നേടിയെടുക്കുവാൻ, ലക്ഷ്യത്തിലെത്തുവാൻ ഓരോ വ്യക്തികളെയും ജീവിതങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ച ആഴ്ചയിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവിടെയും കാഠിന്യമുള്ള ശോധനയുടെ നടുവിൽ തളരാത്ത ഒരു ദൈവദാസനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പിതാക്കന്മാരെയും മാതാക്കളെയും വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പിതാവേ, രോഗികളായി കഴിയുന്ന അനേകരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, നിൽപ്പ് രോഗികളുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലായിട്ട് പഠിക്കുവാനായിട്ട് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, സ്തോത്രം. സ്വദേശത്തും വിദേശത്തുമായിട്ട് ഗൾഫിലുള്ള ആളുകൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ നാടുകളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. ഏലിയാവിനെ പോലെ തളർന്നും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയല്ല, എഴുന്നേറ്റ് യാത്ര ചെയ്യുന്ന അവസ്ഥ, കൈക്കും കാലിനും ബലം പ്രാപിച്ചുകൊണ്ട്, ദൈവവചനം പഠിച്ചുകൊണ്ട്, ആത്മനിറവ് പ്രാപിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തുവാൻ ഏലിയാവിനെ പോലെ ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.